ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുലിപ്പ് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് 2 ടൈപ്സിൽ മെഷർമെൻ്റ് ഉള്ള പേപ്പേഴ്സാണ്. ഈ സെയിം പേപ്പർ തന്നെ. അതിൽ 3 സെൻറ്റിമീറ്റർ രണ്ടിനും വേണ്ടത്. ഒന്നിന് 70 സെൻറ്റിമീറ്റർ നീളത്തിലും ഒന്ന് 50 സെൻറ്റിമീറ്റർ നീളത്തിലും. അതായത് 70 × 3 സെൻറ്റിമീറ്ററിൽ 3 പേപ്പറും 50 × 3 സെൻറ്റിമീറ്ററിൽ 3 പേപ്പറും അത്രയും ഒന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വരാം. 2 സൈസിൽ 3 പേപ്പർ വീതം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനെ സെൻട്രലായിട്ട് മടക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് മടക്കുന്ന എന്താ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മടക്കുന്നത്. എന്നിട്ട് അത് ഞുറിഞ്ഞ് മീൻസ് സിക്സാക്ക് പോലെ അതിനെ ഒന്ന് ഞുറിഞ്ഞിട്ട് ഒന്ന് തിരിച്ച് ഇങ്ങനെ ഒന്ന് മടക്കി എന്നിട്ട് ആ ഉള്ളു ഭാഗത്തോട്ട് ആക്കിയിട്ട് അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുക്കണം. മീൻസ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ആ പേപ്പർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എടുക്കണം. ഇതിന് വളവ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തിരുന്ന് എൻ്റെ മോൾ എന്തൊക്കെയോ അവിടെ പണിയുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ കാണിക്കുന്ന കണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. 50 × 3 സെൻറ്റിമീറ്ററിൻ്റെ സൈസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ 70 × 3 സെൻറ്റിമീറ്ററിലെ അതിനെയും ഫുൾ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി വേണ്ടത് നല്ല ഒരു കമ്പിയാണ് വേണ്ടത്. അത് ഡബിളായിട്ടൊന്ന് മടക്കി എടുക്കാം. അതായിരിക്കും നല്ലത്. കാരണം കനം ഇച്ചിരി വേണം. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇത് കട്ടിക്കുറവായതുകൊണ്ട് ഇങ്ങനെ 2 കമ്പി ഞാൻ വളച്ചെടുത്തിട്ടാണ് എടുത്തത്. സെൻറ്ററിൽ വെക്കാനായിട്ട് ടിഷ്യൂ ആണ് എടുത്തത്. ബഡ്സ് നമ്മൾ അപ്പോൾ അമക്കുമ്പോൾ അമങ്ങി പോകരുതല്ലോ, അതുകൊണ്ട് ഞാൻ ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് ആ കമ്പിയുടെ ഇടയ്ക്കോട്ട് കയറ്റിയിട്ട് നൂലിട്ട് ചുറ്റി വെച്ചു. അതാകുമ്പം അവിടെ ഇരുന്നോളും, എങ്ങും പോവില്ല. ഓക്കെ, അതൊന്ന് കുറച്ച് ചുറ്റിയിട്ടൊന്ന് കെട്ടിങ്ങി പൊട്ടിച്ചെടുത്താൽ മതി. എന്നിട്ട് ആ കമ്പി ഉണ്ടല്ലോ, ആ കമ്പി ഒന്ന് നന്നായിട്ടൊന്ന് പിരിച്ച് തപ്പിട്ടുകൊണ്ട് കേട്ടോ, ഫുള്ളൊന്ന് പിരിച്ച് താഴെ വരെ കൊണ്ടുവരണം. സെറ്റ് ചെയ്ത് വെച്ച് ചെറിയ പെറ്റൽസ് 3 അതിലെ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കണം. സെൻറ്റർ ഭാഗം പുറകിലോട്ട് കുഴിയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാക്ക് എന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ചുരുട്ടി ഒന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് എവിടെയാൽ മതി. അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് വെച്ച് നൂലിട്ട് ചുറ്റിയെടുക്കണം. അതുപോലെ ആ 3 ഫ്ലവേഴ്സും 3 അടുപ്പ് കൂട്ടുന്ന പോലെ ചുറ്റിയെടുക്കുക. ആ വലിയ പെറ്റൽസ് ഇനി എടുത്തിട്ട് അതിനെ അതുപോലെ തന്നെ മടക്കി എടുത്ത് സിക്സാക്ക് മാതിരി സെൻറ്റർ ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിൽ, അല്ല പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ അപ്പുറം ഇപ്പുറം സിക്സാക്ക് ആക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് കുഴിയാക്കി എടുക്കുക. വിടവുള്ള ഭാഗത്ത് ആണ് വെക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ 3 അടപ്പ് വെച്ചില്ലേ, പക്ഷേ 3 ഇതിൽ വെച്ചതിൻ്റെ വിടവുള്ള ഭാഗത്താണ് ഒരു പെറ്റൽ വെക്കേണ്ടത്. അങ്ങനെ എല്ലാ പെറ്റൽസും വെക്കേണ്ടത് ആ ഓരോരോ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലാണ്. അത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. നൂല് ചുറ്റിക്കഴിയുമ്പോൾ കുറച്ച് അതിൻ്റെ ബാലൻസ് ആ ഒരു വാല് പോലെ കിടക്കുമല്ലോ, അതിനെ നന്നായിട്ട് കെട്ടി ടൈറ്റാക്കണം. ജസ്റ്റ് 1-2 കെട്ടൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ തണ്ടിനൊരു കനം കൊടുക്കാനായിട്ട് നമ്മൾ A4 ഷീറ്റ് എടുത്തിട്ട് ന്യൂസ് പേപ്പർ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ന്യൂസ് പേപ്പർ അവൈലബിൾ അല്ല ഇവിടെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പേപ്പർ എടുത്തിട്ട് ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള അത്രയും പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് ഗം അതിൻ്റെ ടോപ്പിൽ പുരട്ടിയിട്ട് എന്നിട്ട് വേണം ഫ്ലവറിൻ്റെ താഴ്വശം നമ്മൾ ചുറ്റി താപ്പോട്ട് കൊണ്ടുവരാൻ. അത് ഫുള്ള് ചുറ്റെടുക്കണം. അടുത്തൊരു പീസ് എടുത്തിട്ട് അതിലും പശ തേച്ചിട്ട് വേണം ചുറ്റെടുക്കാൻ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആ ക്രീപ്പ് പേപ്പർ തന്നെ കുറച്ച് ഒരു സെൻറ്റിമീറ്ററിൽ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെയും പശ തേച്ചിട്ട് ഫുള്ള് നമ്മുടെ സ്റ്റെമ്മിട്ടുള്ള ബിൽ ഒട്ടിച്ചെടുക്കണം. ഇനി അതിൻ്റെ ലീഫ് എടുക്കാനായിട്ട് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ പേപ്പർ എടുക്കുക. ക്രീപ്പ് പേപ്പർ എടുക്കുമ്പോൾ നീളത്തിൽ വേണം എടുക്കാൻ. ആ നീളമുള്ള ഭാഗം വേണം നീളത്തിൽ വരാനായിട്ട്. അതിനെ ഒന്ന് എടുത്തിട്ട്
ലീഫിൻ്റെ ഷേപ്പിൽ കട്ടിയെടുക്കുക. താഴ്വശത്ത് കുറച്ച് ഫിനിഷിങ് വരാനുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് സ്ലിം ആക്കിയെടുക്കുക. പശ തേച്ചിട്ട് ആ സ്റ്റെമ്മിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അപ്പുറത്തും സെയിം ലീഫ് അപ്പുറത്തും ഒട്ടിക്കുക. ഓപ്പോസിറ്റ് ഒട്ടിച്ചു കൊടുക്കണം. ലീഫിന് അല്പം ഒരു വളവ് കിട്ടാനായിട്ട് കത്രിക കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ടോട്ടൽ ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റെഡ് ഫ്ലവറാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, കമൻറ്റ് ഇട്ടാൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റ് വീഡിയോസ് ഫ്ലവേഴ്സിൻ്റെ ക്രാഫ്റ്റായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.